സംവിധായകനും നടനുമായ ബേസിൽ ജോസഫും ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസണും തമ്മിലുള്ള ആത്മബന്ധം മലയാളികൾക്ക് എപ്പോഴും കൗതുകമുള്ള വിഷയമാണ്. ഇപ്പോഴിതാ തന്റെ പ്രിയ സുഹൃത്തിനെ കുറിച്ചും അവർ പങ്കിടുന്ന ഹൃദയസ്പർശിയായ സൗഹൃദത്തെക്കുറിച്ചും മനസ്സ് തുറക്കുകയാണ് ബേസിൽ. ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സഞ്ജു സാംസണുമായുള്ള തന്റെ ബന്ധം കേവലം പ്രശസ്തിക്കും പരസ്പര ബഹുമാനത്തിനും സത്യസന്ധതയിലും അധിഷ്ഠിതമാണെന്ന് ബേസിൽ തുറന്നു പറഞ്ഞത്. ബേസിൽ ജോസഫും സഞ്ജു സാംസണും തമ്മിലുള്ള ആത്മബന്ധത്തെക്കുറിച്ച് ബേസിൽ തന്നെ പങ്കുവച്ച വാക്കുകൾ സുഹൃത്ത് കഥ പോലെ മനോഹരമാണ്. സിനിമയിലെയും ക്രിക്കറ്റിലെയും രണ്ട് വലിയ താരങ്ങൾ എന്നതിലുപരി ഒപ്പം പഠിച്ച സുഹൃത്തുക്കളെ പോലെയാണ് ഞങ്ങൾ പരസ്പരം പെരുമാറുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. തങ്ങൾക്കിടയിൽ വളരെ വലിയ പരസ്പര ബഹുമാനമുണ്ടെന്നും എന്നാൽ ആ സൗഹൃദത്തെ അതിന്റെ എല്ലാ അർത്ഥത്തിലും ആഘോഷിക്കാനാണ് തങ്ങൾ ഇഷ്ടപ്പെടുന്നതെന്നും ബേസിൽ പറയുന്നു. സെലിബ്രിറ്റികൾ ആയതുകൊണ്ട് പ്രത്യേക രീതിയിൽ മാത്രമേ പെരുമാറാവൂ എന്ന് ഒരിടത്തും നിയമങ്ങളില്ലല്ലോ എന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. സഞ്ജുവിന്റെ കളി കാണാൻ പോകുമ്പോൾ ഒരു തികഞ്ഞ ആരാധകന്റെ ആവേശത്തോടെയാണ് ബേസിൽ സ്റ്റേഡിയത്തിൽ ഇരിക്കാറുള്ളത്. അടിക്ക് മോനെ, എങ്ങനെയെങ്കിലും കപ്പടിക്ക്, നമ്മളെ ജയിപ്പിക്ക് എന്ന് പറഞ്ഞ ആവേശത്തോടെ പ്രോത്സാഹിപ്പിക്കുന്ന താൻ സഞ്ജു സിക്സറുകൾ പായിക്കുമ്പോഴും ടീമിനെ വിജയത്തിലേക്ക് നയിക്കുമ്പോഴും അനുഭവിക്കുന്ന സന്തോഷം വാക്കുകൾക്ക് അതീതമാണെന്നും അതേ സ്നേഹവും കരുതലും തിരിച്ചും ലഭിക്കാറുണ്ടെന്നും ബേസിൽ കൂട്ടിച്ചേർത്തു. സോഷ്യൽ മീഡിയയിൽ അവർ പങ്കുവയ്ക്കുന്ന ചിത്രങ്ങൾക്കും കുറിപ്പുകൾക്കും വലിയ ജനപ്രീതി ലഭിക്കാറുണ്ടെങ്കിലും കേവലം പ്രശസ്തിക്കോ പ്രദർശനത്തിനോ വേണ്ടിയല്ല ആ ബന്ധമെന്നും ഫോണിലൂടെയും നേരിട്ടും നിരന്തരം സംസാരിക്കുകയും ബന്ധം പുലർത്തുകയും ചെയ്യുന്ന തികച്ചും സത്യസന്ധമായ ഒരു സൗഹൃദമാണ് തങ്ങളുടേതെന്നും അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. ബേസിൽ ജോസഫും സഞ്ജു സാംസണും തമ്മിലുള്ള സൗഹൃദം കേവലം വാക്കുകളിൽ ഒതുങ്ങുന്ന ഒന്നല്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു കഴിഞ്ഞ T20 ലോകകപ്പ് കാലത്തെ കാഴ്ചകൾ. സഞ്ജുവിന്റെ പേരെഴുതിയ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ് സ്റ്റേഡിയത്തിൽ ആവേശത്തോടെ കൈയടിക്കുന്ന ബേസിലിന്റെ ചിത്രങ്ങൾ അന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു. സഞ്ജുവിന് ഇന്ത്യൻ ടീമിൽ അവസരം ലഭിക്കുമ്പോഴും അദ്ദേഹം മൈതാനത്തെ മികച്ച പ്രകടനം പുറത്തെടുക്കുമ്പോഴും ഒരു സാധാരണ മലയാളി ക്രിക്കറ്റ് പ്രേമിയുടെ എല്ലാ ആവേശത്തോടും കൂടിയാണ് ബേസിൽ പ്രതികരിക്കാറുള്ളത്. സഞ്ജു കരിയറിൽ നേരിടുന്ന വിമർശനങ്ങൾക്കും സോഷ്യൽ മീഡിയയിലെ തർക്കങ്ങൾക്കുമിടയിൽ ബേസിലിന്റെ നിശബ്ദമായ പിന്തുണ എപ്പോഴും സഞ്ജുവിനൊപ്പമുണ്ട്. തന്റെ സുഹൃത്തിന്റെ ഓരോ വിജയവും സ്വന്തം വിജയമായി കാണുകയും അത് ഹൃദയപൂർവ്വം ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു യഥാർത്ഥ സുഹൃത്തിനെയാണ് മലയാളി ബേസിലിലൂടെ കാണുന്നത്. സഞ്ജു സാംസനെ പോലെ തന്നെ തന്റെ സ്കൂൾ കോളേജ് കാലഘട്ടം മുതലുള്ള പഴയ സുഹൃത്തുക്കളെ ഇന്നും ചേർത്ത് പിടിക്കുന്ന വ്യക്തിയാണ് താനെന്ന് ബേസിൽ ജോസഫ് പറയുന്നു. പ്രശസ്തിയിലേക്ക് എത്തുന്നതിന് മുൻപുള്ള ഇത്തരം ബന്ധങ്ങൾ എന്നും വിലപ്പെട്ടതാണെന്നും സുഹൃത്തുക്കളുടെ വിജയം സ്വന്തം വിജയമായി കണ്ട് ആഘോഷിക്കുന്നതിലാണ് യഥാർത്ഥ സന്തോഷമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. തങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിൽ മേഖലകൾ വ്യത്യസ്തമാണെങ്കിലും പരസ്പരമുള്ള കഠിനാധ്വാനത്തെ മാനിക്കുന്ന ബഹുമാനം തങ്ങൾക്കിടയിലുണ്ട്. സഞ്ജുവിനും ഇതുപോലെ പണ്ട് മുതലുള്ള ആത്മമിത്രങ്ങൾ ഉണ്ടെന്നും അദ്ദേഹം അവരെയെല്ലാം ഇന്നും കൂടെ കൂട്ടാറുണ്ടെന്നും ബേസിൽ സൂചിപ്പിച്ചു. ചുരുക്കത്തിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചിത്രങ്ങളും പോസ്റ്റുകൾക്കും അപ്പുറം എത്രയോ ആഴമുള്ളതാണ് തങ്ങൾ തമ്മിലുള്ള സത്യസന്ധമായ ഈ സൗഹൃദമെന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. അഭിനയത്തിലും സംവിധാനത്തിലും ഒരേപോലെ തിളങ്ങി നിൽക്കുന്ന ബേസിൽ ജോസഫ് ഇപ്പോൾ തന്റെ കരിയറിലെ പുതിയൊരു നാഴികക്കല്ലിന്റെ അരികിലാണ്. ബേസിൽ നിർമ്മാതാവാകുന്ന അതിരടി എന്ന ചിത്രം റിലീസിന് തയ്യാറെടുക്കുകയാണ്. വിനീത് ശ്രീനിവാസൻ, ടൊവിനോ തോമസ് എന്നിവർക്കൊപ്പം ബേസിലും പ്രധാന വേഷത്തിലെത്തുന്ന ഈ ചിത്രം ഒരു ക്യാമ്പസ് പശ്ചാത്തലത്തിലാണ് ഒരുങ്ങുന്നത്. സൗഹൃദത്തിനും പ്രണയത്തിനും തുല്യ പ്രാധാന്യം നൽകുന്ന ഈ ചിത്രം വരാനിരിക്കുന്ന മെയ് 14 തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തും.